യേശുക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണ്, പാപത്തിനുള്ള ശരീരത്തിൽ ധരിക്കയില്ല. അവിടെ യേശുക്രിസ്തുവിന് ഒരു ശരീരം ഉണ്ടായിരുന്നു എന്ന് മറ്റുള്ളവർക്ക് തോന്നിയതാണ് എന്നാണ് അവർ പഠിപ്പിച്ചത്. അതുതന്നെ സിറോസ് പഠിപ്പിച്ചത് യേശുക്രിസ്തുവിനെ ക്രൂശിതരാക്കാൻ കഴിയില്ല. 30-ാമത്തെ വയസ്സിൽ മറിയത്തിന്റെ മകനായ യേശു യോർദാനിൽ സ്നാനപ്പെടുമ്പോൾ ദൈവത്തിന്റെ ക്രിസ്തു അദ്ദേഹത്തിൽ വന്നു. 3.5 വർഷം കഴിഞ്ഞ് കുരിശിൽ തറച്ചപ്പോൾ ദൈവത്തിന്റെ ക്രിസ്തു യേശുവിനെ വിട്ടുപോയി. ഈ ഉപദേശം അന്ന് പ്രചരിച്ചിരുന്നു. ഈ മുഹമ്മദിന് കച്ചവടത്തിന് വേണ്ടിയുള്ള സഞ്ചാരത്തിനിടയിൽ ഇവിടെ വെച്ച് കിട്ടി. ഇതും അദ്ദേഹം കണ്ടെന്നുകൊണ്ട വസ്തുക്കളെ കുറിച്ച് വെച്ചു. അങ്ങനെ കുറിച്ച് വെച്ചപ്പോൾ അവിടെ അദ്ദേഹത്തിന് മനസ്സിലായി യേശുക്രിസ്തുവിനെ ക്രൂശിച്ചു കൊണ്ടിട്ടില്ല എന്ന്. അപ്പോൾ ഇനി ഞാൻ അടുത്ത് വരികയാണ്. യേശുവിന്റെ ഈ നോട്ടീസ് വെച്ചിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ ക്രൂശമരണത്തെ കുറിച്ച് പറയണമെന്നാണ്. ഞാൻ വാസ്തവത്തിൽ ഇന്നത്തെ പ്രസംഗം ഉദ്ദേശിച്ച് പൊതുവെ പറയുന്ന കാര്യമല്ല. അവിടെ ഒരു കാര്യം പറഞ്ഞിരിക്കാം. കർത്താവായ യേശുക്രിസ്തു ഒന്ന് യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന മശിയാ പ്രവചനം, മശിയാ പ്രവചനത്തിലെല്ലാം മശിയാ കഷ്ടം അനുഭവിച്ച് മരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ യേശുക്രിസ്തു ക്രൂശിൽ മരിക്കണം, കഷ്ടം അനുഭവിച്ച് മരിക്കണമെന്ന് പഴയ പ്രവാചകങ്ങളിൽ എഴുതിവെച്ചിട്ടുണ്ട്. ലോകത്തിൽ വന്ന കർത്താവായ യേശുക്രിസ്തു ആവർത്തിച്ച് പറഞ്ഞു, കർത്താവായ യേശു, ഞാൻ യെരൂശലേമിലേക്ക് പോകും, നിങ്ങളുടെ മൂപ്പന്മാരെ പിടിക്കും, അവരെ തല്ലും, അവരെ കൊല്ലും, ഞാനോ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. കർത്താവായ യേശുവിനെ ഫിലിപ്പിന്റെ കൈസരിയിൽ വെച്ച് ശിഷ്യന്മാരെ പറഞ്ഞു, പത്രോസ് പറഞ്ഞു, ക്രിസ്തു ഇത് പറഞ്ഞ 6 വാക്യം നിങ്ങൾ അറിയാത്ത വായിക്കുമ്പോൾ യേശു, ഇപ്പോൾ ഞാൻ യെരൂശലേമിലേക്ക് പോവുകയാണ്, നിങ്ങളുടെ മൂപ്പന്മാരെന്നെ പിടിക്കും, അവരെന്നെ തല്ലും, അവരെന്നെ കൊല്ലും, ഞാനോ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. ആവർത്തിച്ച് യേശുക്രിസ്തു പറഞ്ഞുകൊണ്ടിരുന്നു, ഞാൻ യെരൂശലേമിലേക്ക് പോകും, നിങ്ങളുടെ മൂപ്പന്മാരെന്നെ പിടിക്കും, അവരെന്നെ തല്ലും, അവരെന്നെ കൊല്ലും, അവരെന്നെ ക്രൂശിച്ചു കൊല്ലും, ഞാനോ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. 1-ാം നൂറ്റാണ്ടിൽ യേശുക്രിസ്തുവിന്റെ പ്രഖ്യാപനം ഏകദേശം AD 26 മുതൽ BC 6 ജനിച്ച് AD 26 വരെ ഏകദേശം 30 വയസ്സ് വരെ പ്രവർത്തിച്ചു യേശു. AD 26 യേശു 30-ാമത്തെ വയസ്സിൽ പരസ്യപ്രവർത്തനം വന്നു എന്ന് ലൂക്കോസ് എഴുതിയിട്ട് പിന്നെ പറഞ്ഞിരിക്കുന്ന യേശുവിന്റെ പരസ്യപ്രവർത്തന കാലത്ത് അതേ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. മരിക്കാനാണ് കൊണ്ടുപോയത്, ഞാൻ വന്നിരിക്കുന്നത് മരിക്കുവാൻ വേണ്ടിയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ മരിക്കുവാൻ വേണ്ടി വന്നതാണ് യേശുക്രിസ്തു. മരിക്കുവാൻ വന്ന കർത്താവായ യേശുക്രിസ്തു മരിക്കുമെന്നാണ് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മരണം നടക്കണം. രണ്ടാമത് ഇടയ്ക്ക് ഒരു കാര്യം കൂടെ പറയണം. യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ അകമ്പത് ദീദാത്ത് ഒരു വലിയ ചോദ്യം ചോദിക്കുന്നുണ്ട്. അകമ്പത് ദീദാത്തിന്റെ ചോദ്യം എന്ന് പറയുന്നത്, യേശുക്രിസ്തുവിന് ദൈവം ഏതെങ്കിലും പുതിയ മർമ്മം നൽകിയിട്ടില്ല. യേശുക്രിസ്തു വന്നത് വേദത്തിന് വേണ്ടിയല്ല, അദ്ദേഹം പല പ്രവാചകന്മാരും വന്നതുപോലെ വന്നു. നേരെ മറിച്ച് ഈ അകമ്പതീനാത്ത് പറയുന്നത് അദ്ദേഹം വന്നത് പ്രവാചകന്മാരെ നീക്കാനല്ലോ. മത്തായി 5 ഉച്ചരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം വന്നത് ഒന്നും പുതുതായിട്ട് സ്ഥാപിച്ചില്ല. അദ്ദേഹം വന്നത് പ്രവാചകന്മാരെ നീക്കുവാനല്ല, ന്യായപ്രമാണത്തിന്റെ പള്ളിയെങ്കിലും പുള്ളിയെങ്കിലും നീക്കുവാനല്ല. ഞാൻ വന്നത് പ്രവാചകന്മാരെയും ന്യായപ്രമാണത്തെയും നീക്കുവാനല്ല, പിന്നെ നിവർത്തിപ്പാനത്രേ വന്നത് എന്ന് 5:17 അകമ്പതീനാത്ത് ഈ വാക്യം ഉച്ചരിച്ചിട്ട് പറയാം. ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നുവെന്ന് നിങ്ങൾ നിരൂപിക്കരുത്, നീക്കുവാനല്ല നിവർത്തിപ്പാനത്രേ ഞാൻ വന്നത്. നിവർത്തിപ്പാനാണ് വന്നത്. എങ്ങനെയാണ് യേശുക്രിസ്തു നിവർത്തിച്ചത്? കർത്താവായ യേശുക്രിസ്തു പ്രവാചകന്മാരെ നീക്കിയില്ല, ന്യായപ്രമാണത്തെ നീക്കിയില്ല. കർത്താവായ യേശുക്രിസ്തു മരിച്ചതും അടക്കപ്പെട്ട ഉയർന്നതും അവിടുന്ന് തന്നെ പറഞ്ഞു. അവിടുന്ന് തന്നെ പറഞ്ഞത്, മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ മരിച്ചത് എന്ന് ഉയർത്തതിന്റെ ശേഷം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് അവിടുന്ന് പറഞ്ഞത് പുതിയ നിയമം സ്ഥാപിച്ചിട്ടുണ്ട്. ക്രൂശിൽ മരിക്കുന്നതിന് മുമ്പ് ഒന്ന് യേശു സ്ഥാപിച്ചതല്ല ദീദാത്ത് പറയുന്നത്, എന്നാൽ സ്ഥാപിച്ചു എന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. യേശു ഒരു പുതിയ നിയമം സ്ഥാപിച്ചിട്ടുണ്ട്. യേശുക്രിസ്തു ഒരു പുതിയ നിയമം സ്ഥാപിച്ചിട്ടുണ്ട്. ഈ പുതിയ നിയമം വന്നതുകൊണ്ടാണ് യഹൂദന്മാരുടെ 31 പുസ്തകങ്ങളായ അവരുടെ ബന്ധം നമ്മുടെ പഴയ നിയമമായത്. പുതിയ നിയമം വന്നില്ല എങ്കിൽ അതൊരിക്കലും പഴയ നിയമം പഴയ നിയമം വന്നതുകൊണ്ടാണ് ഇത് പുതിയ നിയമം വന്നതുകൊണ്ടാണ് പഴയ നിയമമായെന്ന് പറയുന്നത്. യഹൂദന്മാരല്ല പഴയ നിയമം വിളിക്കുന്നത്. ക്രിസ്ത്യാനികളായ ഞങ്ങൾക്ക് യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തോട് ഒരു ഉറപ്പടി വന്നിരിക്കുന്നതിനാൽ ഈ പുതിയ നിയമത്തിന്റെ ആവിർഭാവത്തോടുകൂടി യഹൂദന്മാരുടെ പുതിയ പഴയ നിയമം അത് പഴയ നിയമമായി മാറി, പഴയ ഉടമ്പടിയായി മാറി. യേശു ഇപ്പോൾ ഒരു പുതിയ ഉടമ്പടി സ്ഥാപിച്ചു.
ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എന്റെ രക്തം. അപ്പോൾ പുതിയ നിയമത്തിനുള്ള എന്റെ രക്തം എന്ന് പറഞ്ഞുകൊണ്ടാണ് പുതിയ നിയമത്തെ സ്ഥാപിച്ചത്. ഇനി നിങ്ങൾക്ക് എബ്രായ ലേഖനം 8-ാം അധ്യായത്തിലേക്ക് വന്നാൽ യേശുക്രിസ്തു പുതിയ നിയമം സ്ഥാപിച്ചിരിക്കുന്നു. അതിന് അല്പം കൂടെ ചരിത്രപരമായി പറഞ്ഞാൽ പഴയ നിയമം, അതായത് യഹൂദന്റെ മതഗ്രന്ഥം നിലനിൽക്കുന്ന കാലത്ത് തന്നെ അതേ ദൈവം പഴയ നിയമത്തിലെ പ്രവാചകനായ ഇരമ്യാവ് മുഖാന്തരം പറഞ്ഞിട്ടുണ്ട്, ഇനിയും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും. ഇരമ്യാവ് 31:31. ഇനിയും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും. അങ്ങനെ പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരുന്നു എന്ന് ഇരമ്യാവ് പറഞ്ഞതിന്റെ നിവൃത്തിയാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ പുതിയ നിയമം. ആ പുതിയ നിയമം വന്നതുകൊണ്ട് പഴയ നിയമം റദ്ദായി എന്ന് പറയുന്നത് അതിന്റെ കാർമിക പ്രമാണങ്ങൾ, അതായത് രക്ഷയ്ക്ക് വേണ്ടിയുള്ള കർമ്മ പ്രമാണങ്ങളെല്ലാം അവസാനിച്ചു. അതാണ് യേശുക്രിസ്തു നിവർത്തിച്ചത്. അതുകൊണ്ട് കാർമിക പ്രമാണങ്ങളെല്ലാം 10 കൽപ്പന തുടങ്ങിയ പ്രമാണങ്ങളെല്ലാം നിലനിൽക്കുന്നുണ്ട്. അതിനെ യേശുക്രിസ്തു നീക്കിയില്ല. പ്രവാചകന്മാരെ ന്യായപ്രമാണത്തെ നീക്കിയില്ല. പിന്നെ നീക്കിയതെന്താണ്? കർമ്മമാർഗം. പഴയ നിയമം എന്ന് പറയുന്നത് വരുവാനിരുന്ന യാഗങ്ങളുടെ നിഴലുകൾ മാത്രമാണ്. ആ നിഴലനുസരിച്ച് യേശു മരിച്ചപ്പോൾ പഴയ നിയമ യാഗങ്ങളെല്ലാം നിവർത്തിക്കപ്പെട്ടു. അത് നിവർത്തിക്കപ്പെട്ടപ്പോൾ അത് വേണ്ടാതായി. അങ്ങനെ പഴയ നിയമ യാഗങ്ങൾ ഇന്ന് ആരും അനുഷ്ഠിക്കുന്നില്ല. അതുകൊണ്ട് യേശു പഴയ നിയമത്തെ നീക്കിയിരിക്കുകയാണ്. പുതിയ നിയമം സ്ഥാപിച്ചിട്ടുമുണ്ട്. അവർ പ്രിയ സഹോദരന്മാരെ, കർത്താവായ യേശുക്രിസ്തു പുതിയ നിയമം സ്ഥാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് ക്രിസ്തു സ്ഥാപിച്ച ഒരു പുതിയ നിയമം നമുക്കുണ്ട്. ഇനിയും നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് ഇവിടെ ഞാൻ പറയാൻ പോകുന്ന കാര്യം അല്പം നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നീട് അക്ബറും മറ്റുള്ളവരും മുസ്ലിങ്ങളും ഒക്കെ പറയുന്നത് മുഹമ്മദ് നബിയെ ദൈവം മാതൃകയാക്കി വെച്ചു എന്നാണ്. വളരെ ഒരു വാക്യം വായിക്കണം. 33 അക്ബറാൻ 33:21 ബുഖാരി 119. ബുഖാരി സഹീഹുൽ ബുഖാരി 119. അതിനോട് ചേർന്ന് ഖുർആൻ 33-ാം അധ്യായത്തിന്റെ 21-ാം സൂക്തം. ബുഖാരി ഇപ്പോൾ എടുക്കണ്ട. 33:21. നിങ്ങൾ അല്ലാഹുവിനെയും അന്ത്യനാളിനെയും കാത്തുകഴിയുകയും ധാരാളമായി അല്ലാഹുവിനെ ഓർക്കുകയും ചെയ്യുന്നവർക്ക് പ്രവാചകരുടെ ഉത്തമ മാതൃകയുണ്ട്. വിശ്വാസികൾ ഉത്തമ മാതൃകയുണ്ട്. പ്രവാചകനിൽ മുഹമ്മദ് നബി ഉത്തമമായ മാതൃകയുണ്ടെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ മാതൃകയെ വിശദീകരിക്കുകയാണ് ബുഖാരി 119. അത് പിന്നെ വൈകിട്ട് സമയമില്ലാത്തതിനനുസരിച്ച് ബുഖാരി 119 അനസ് പറയുന്നു, തിരുമേനി മലമൂത്ര വിസർജനത്തിൽ പോയാൽ ഞാനും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന അതിൽ പറയുന്നത് മുഹമ്മദ് നബി മാതൃകയിൽ പറഞ്ഞത് അദ്ദേഹം നിസ്കരിച്ചത്, മലമൂത്ര വിസർജനം ചെയ്തത്. പിന്നെ അക്ബറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഉളുപ്പുണിയിൽ കാലെടുത്ത് വെക്കുന്നത് എങ്ങനെയാണെന്ന് വരെ അദ്ദേഹം കാണിച്ചത്. അതാണ് മാതൃക. എന്നാൽ അദ്ദേഹത്തിന്റെ ജീവിത മാതൃക നമുക്കൊന്ന് നോക്കാം. മകൻ നമ്മുടെ ജന്മത്ത് അതിന്റെ ഈ ജീവിത മാതൃക അംഗീകരിക്കണമല്ലോ. എന്നാൽ യേശുക്രിസ്തു ഒരു ജീവിത മാതൃക കാണിച്ചിട്ടുണ്ട്. ബൈബിളിൽ നിന്ന് ഭാഷ കൊണ്ടുവന്നത് യേശുക്രിസ്തു ഒരു മാതൃക കാണിച്ചിട്ടുണ്ട്. വായിച്ച് 2 പത്രോസ് 2:21. 2 പത്രോസ് 2:21. ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. നിങ്ങൾ അവന്റെ കാൽച്ചുവടുകളെ പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു. 91-ാമത്തെ വാക്യം 23:50. ഈ ബൈബിളിൽ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പത്രോസ് എഴുതിയിരിക്കുന്നത് അവൻ നിങ്ങൾക്ക് ഒരു നല്ല മാതൃക വെച്ചേച്ച് പോയി എന്നാണ്. ഈ നല്ല മാതൃക കർത്താവായ യേശുക്രിസ്തു നമുക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ച് പോയി. ഈ മാതൃക ഖുർആൻ അംഗീകരിച്ചിട്ടുണ്ട്. ഖുർആൻ 21:91, 23:50 ഈസായെ, മറിയമിന്റെ മകൻ ഈസായെ ലോകത്തിന് ദൃഷ്ടാന്തമാക്കി വെച്ചിരിക്കുന്നു എന്ന് അവനിൽ ഒരു ദൃഷ്ടാന്തമുണ്ട്. അപ്പോൾ രണ്ടുപേരെയും ദൃഷ്ടാന്തമാക്കി വെച്ചിരിക്കുകയാണ്. മുഹമ്മദിന് ദൃഷ്ടാന്തമുണ്ട്. മുഹമ്മദിനുള്ള ദൃഷ്ടാന്തമെന്നാണ് നമുക്കൊന്നുകൂടെ നോക്കാം. മുഹമ്മദിന്റെ ജീവിതത്തിൽ ഉത്തമമായ ഒരു മാതൃകയുണ്ട്. അതിന്റെ ജീവിതം തന്നെ ഒരു മാതൃക എന്നാണ് അക്ബർ പറയുന്നത്. അതുകൊണ്ട് ഞാൻ 2-3 കാര്യങ്ങൾ ലഭിച്ചാൽ കൊണ്ടുവന്നേ ഖുർആനുമായിട്ട്. അത് നമ്മൾ വായിച്ചാൽ ശരിയാണ്. ഖുർആൻ 33:50 മുതൽ 55 വരെ. ഖുർആൻ 33-ാം അധ്യായത്തിന്റെ 50 മുതൽ 55 വരെ.
ഭാര്യമാരുടെയും ഒന്നുകൂടെ കേട്ടോണം. ദൈവദൂതരെ നീ വിവാഹം മൂല്യം നൽകിയ പണം കൊടുത്തു വാങ്ങിയ ഭാര്യമാരെയും യുദ്ധാനന്തരം ദൈവം തന്ന അടിമസ്ത്രീകളെയും മറ്റുള്ളവരെ യുദ്ധം ചെയ്തിട്ട് വധിച്ചിട്ട് അവരുടെ പെങ്ങളെയും ഭാര്യമാരെയും നാം നിനക്ക് അനുവദിച്ചു തന്നിരിക്കുന്നു. നിന്നോടൊപ്പം ഹിജ്റ ചെയ്തവരായ നിന്റെ പിതാവ് വഴിയും മാതാവ് വഴിയുമുള്ള സഹോദരങ്ങളുടെ പുത്രിമാരെയും നിനക്ക് വിവാഹം ചെയ്യാൻ അനുവാദമുണ്ട്. പ്രവാചകനെ സമീപിച്ച് സ്വയം സമർപ്പിക്കാൻ തയ്യാറാകുന്ന സത്യവിശ്വാസിനിയെയും വേണമെങ്കിൽ നിനക്ക് ഭരിക്കാം. സത്യവിശ്വാസികളെ ഒഴിച്ചു നിർത്തി നിനക്ക് മാത്രം ബാധകമാക്കിയ ഒരു നിയമമാണിത്. ഭാര്യമാരുടെയും അടിമ സ്ത്രീകളുടെയും കാര്യത്തിൽ നാം വിശ്വാസികൾക്ക് ബാധകമാക്കിയിട്ടുള്ള നിയമം വേറെയാണ്. ഈ അനുവാദം നിനക്ക് വിഷമമില്ലാതിരിക്കാനാണ്. എല്ലാം കൊടുക്കുന്നവരും കരുണാവരിയുമാണ്. ഇവിടെ മുഹമ്മദ് നബിക്ക് അനുവദിച്ചു കൊടുത്തിരിക്കുന്ന ഭാര്യമാരുടെ സംഖ്യയാണ്. നിങ്ങൾ ഞാൻ പറയുന്നല്ലോ, ഞാനൊന്നും പറഞ്ഞില്ല, എല്ലാം പറയുന്നു. നീ ഉദ്ദേശിക്കുന്ന ഭാര്യമാരുടെ ഊഴം നിനക്ക് താമസിപ്പിക്കുകയോ ഇഷ്ടമുള്ള ഭാര്യമാരോടൊപ്പം കഴിയുകയോ ചെയ്യാം. ഇനി ഊഴം നീട്ടിവെച്ചവരുടെ അടുത്ത് വേണമെങ്കിൽ നേരത്തെ പോകുന്നതിന് തെറ്റില്ല. അവർ ആനന്ദിക്കാനും ദുഃഖിക്കാതിരിക്കാനും നീ നൽകിയത് കൊണ്ട് തൃപ്തിപ്പെടാനും ഏറ്റവും നല്ല നടപടിയാണ് ഇത്. നിങ്ങളുടെ മനസ്സിലുള്ളത് അല്ലാഹു അറിയുന്നു. അവൻ എല്ലാം അറിയുന്നവനും ഏറെ ക്ഷമിക്കുന്നവനുമാണ്. ഇതല്ലാത്ത മറ്റു സ്ത്രീകളെ വിവാഹം കഴിക്കാൻ നിനക്ക് അനുവാദമില്ല. നിലവിലുള്ളവരെ ഒഴിവാക്കി പകരം മറ്റു സ്ത്രീകളെ ഭരിക്കാനും പാടില്ല. അവരുടെ സൗന്ദര്യത്തിനെ മോഹിപ്പിച്ചാൽ പോലും. എന്നാൽ നിന്റെ നിയന്ത്രണത്തിലുള്ള അടിമ സ്ത്രീകളെ സ്വീകരിക്കാം. ഇത് കുഴപ്പമില്ല. അല്ലാഹു എല്ലാം നോക്കി കാണുന്നുണ്ട്. ഞാൻ പറയാൻ ഈ മുഹമ്മദിന് ധാരാളം ഭാര്യമാരുണ്ട്. അവിടെ പേരൊക്കെ ഞാൻ ഇവിടെ വായിക്കുന്നില്ല. മുഹമ്മദിന് 50 വയസ്സുള്ളപ്പോഴാണ് 6 വയസ്സുകാരിയെ കല്യാണം കഴിച്ചത്. അതൊരു നല്ല മാതൃകയാണ്. അവിടെ ചുരുക്കി പറഞ്ഞാൽ അവർ മറ്റെല്ലാവരും 2-3 കെട്ടിയവരാണ്. ഒരു കന്യകയായ പെണ്ണിനെങ്കിലും കല്യാണം കഴിക്കണമല്ലോ. അതിനാണ് അദ്ദേഹം ഐഷയെ കല്യാണം കഴിച്ചത്. ചുരുക്കി പറഞ്ഞാൽ നല്ല മാതൃക അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. ഇത് വെച്ചുകൊണ്ടാണ് ഈ പ്രവാചകന് ഉത്തമമായ മാതൃകയുണ്ടെന്നും യേശുക്രിസ്തുവിനുള്ള ക്രിസ്തുമാർഗം എന്തോ കുഴപ്പം പറ്റിയതാണെന്നും അക്ബർ പ്രസംഗിക്കുന്നത്. ശ്രീ സഹോദരന്മാർ ക്ഷമിക്കണം, അവർ അക്ബറിനോട് ഇതിനൊക്കെ പറയരുതെന്നും ആളുകളോട് ബുദ്ധിമുട്ടിക്കരുതെന്നും പറയാനുള്ളതാണ്. മാത്രം ഇതിനെക്കുറിച്ച് വളരെ പറയാനുണ്ട്. അതെല്ലാം ഞാൻ പറയുന്നത് സേതിന്റെ ഭാര്യയുടെ കാര്യം നേരത്തെ പറഞ്ഞല്ലോ. അത് മാത്രമല്ല, ഇദ്ദേഹം പിന്നെ എന്തൊക്കെയാണ് ചെയ്തത്? യേശുക്രിസ്തു പഠിപ്പിച്ചതും ക്രിസ്തുവിന്റെ മാതൃക. യേശുക്രിസ്തു പഠിപ്പിച്ചത് നിന്റെ ശത്രുവിനെ വിശന്നാൽ തിന്മാൻ കൊടുക്കണം, നിന്റെ ശത്രുവിന് ദാഹിച്ചാൽ കുടിപ്പാൻ കൊടുക്കണം. അത് മാത്രമല്ല, അവരെ സംബന്ധിച്ചിടത്തോളം ഈ ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കണം, ശത്രുവിനെ ശപിക്കരുത്, ശത്രുവിനെ അനുഗ്രഹിക്കണം. മത്തായി 5:48 മുതൽ വാക്യങ്ങളിലും റോമാലേഖനത്തിലും പറഞ്ഞിട്ടുണ്ട്. നേരെ മറിച്ച് എന്താണ് മുഹമ്മദിനോട് പറഞ്ഞിരിക്കുന്നത്? ഓ നബി, ക്രിസ്ത്യാനികളോട് പറയുക, നിങ്ങൾ യഥാർത്ഥത്തിൽ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവൻ ദൂതനായ എന്നെ പിൻപറ്റുക. അപ്പോൾ ഈ മുഹമ്മദ് നബിയെ പിൻപറ്റിയാലുള്ള കഥയാണ് ഈ പറയുന്നത്. അപ്പോൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, മുഹമ്മദ് നബിയോട് ബഹുഭാര്യത്വം സമ്മതിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു മുസ്ലിമിന് 4 കല്യാണം കഴിക്കാം. അത് അധികമാകില്ലെന്നുണ്ട്. 4 കല്യാണം കഴിക്കാമല്ലോ. ബഹുഭാര്യത്വം ദൈവം അംഗീകരിച്ചു എന്ന് പറയുമ്പോൾ ബൈബിൾ പറയുന്നത് ഒരുത്തന് ഒരുത്തി. വാസ്തവത്തിൽ ദൈവം ബഹുഭാര്യത്വം അനുവദിച്ചു കൊടുക്കാൻ പറ്റിയ സന്ദർഭം ആദ്യ മനുഷ്യനെ ശിക്ഷിച്ചു. ഭൂതലത്തിലേക്ക് കുടിയിരിപ്പാൻ ഒരുത്തരുന്ന മനുഷ്യരാജി കൂടി ഉളവാക്കി. ആ ഉളവാക്കിയതായ സന്ദർഭത്തിൽ മനുഷ്യന് ഒരുപാട് മക്കളുണ്ടായെങ്കിലേ പെരിയുള്ളൂ. അത് ആദമിന് ഒരു 10 ഭാര്യമാരെ ശിക്ഷിച്ചു കൊടുത്താൽ, ഒരുത്തിന് 10 വീതം കുട്ടികളുണ്ടായാൽ 10 ഭാര്യമാരെ 100 കുട്ടികളെ ഉണ്ടായാൽ എളുപ്പം വരും. അന്നാണ് ചെയ്യേണ്ടത്. പക്ഷെ അന്ന് ദൈവം പറഞ്ഞത് ക്രമേണ നിങ്ങൾ പെറ്റി വരിക്കാൻ മതി. ഈ ക്ലോണിങ്ങിലൂടെ വരികണമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. പിന്നെ എങ്ങനെ വരികണം? പിന്നെ പ്രജനന പ്രക്രിയയിലൂടെ, അതായത് ഭാര്യയും ഭർത്താവും ഇണചേർന്ന് സന്താനോത്പാദനം നടത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ക്ലോണിങ് ഇന്നത്തെ ക്ലോണിങ്ങുമല്ല, ബഹുഭാര്യത്വമല്ല. അതുകൊണ്ട് ബൈബിൾ പറഞ്ഞതാണ് യേശുക്രിസ്തു ഉദ്ധരിച്ചു, ഒരുത്തിന് ഒരുത്തി മാത്രം. ഇതാണ് ക്രിസ്ത്യാനിക്ക് പ്രമാണം. അതുകൊണ്ട് ഞങ്ങൾ ബഹുഭാര്യത്വം അംഗീകരിക്കുന്നില്ല. സഹോദരൻ അക്ബർ കുറെ കണക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വിധവരായ സ്ത്രീകളും ജനസംഖ്യയിലെ സ്ത്രീകളുടെ വളരെ സംഖ്യയുണ്ട്. അതുകൊണ്ട് ബഹുഭാര്യത്വമാണ് ന്യായീകരണത്തിൽ പറ്റിയതെന്ന് അത് ഞാൻ സംബന്ധിച്ചു ഞങ്ങൾക്ക് ഇവിടെ ബുദ്ധിമുട്ടില്ല. കാരണം യുദ്ധത്തിൽ വരികയോ അധികം ചെയ്താൽ ഞങ്ങൾ അടുത്ത മുസ്ലിം സഹോദരങ്ങളുണ്ടല്ലോ. അതുകൊണ്ട് അവർ പരിഹാരമുണ്ട്. അതുകൊണ്ട് അധികം സ്ത്രീകൾ വന്നുപോയാൽ പരിഹരിക്കാൻ അവരുണ്ടല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഈ കാര്യം തൽക്കാലം ചെയ്തിരിക്കുന്നില്ല. ഈ സഹോദരന്മാരെ, മുഹമ്മദ് നബി ഇനിയും പറഞ്ഞിരിക്കുന്ന മാതൃകകളല്ല ഇനി കാണിക്കണം. അദ്ദേഹത്തിന് എന്തെല്ലാം മാതൃകയാണ് കാണിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിനെ കുറിച്ച് നമുക്ക് തന്നിരിക്കുന്ന നല്ല മാതൃകകൾ മതപരമായി പറയുമ്പോഴും എന്തൊക്കെയാണ് അദ്ദേഹം കാണിച്ചു തന്നിരിക്കുന്നത്. ഈ ചുമതലയൊക്കെ നമ്മൾ പാലിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും
ഇവിടെ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും നബിക്ക് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതനുസരിച്ച് പറഞ്ഞാൽ ഇസ്ലാമിനെ സംബന്ധിച്ച് ഒരു നല്ല മാതൃക എന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല. പക്ഷേ കർത്താവായ യേശുക്രിസ്തു ഏത് കാലത്തുമുള്ള ഏത് മനുഷ്യവർഗത്തിനും ഒരു മാതൃകയായി തന്നെ ഇന്ന് വിളങ്ങി തുടങ്ങുകയാണ്. അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ, ഭാര്യത്തെ സംബന്ധിച്ച്, അനേക ഭാര്യകളുള്ള സംഘത്തെ സംബന്ധിച്ച്, കൈവശമുള്ള പെണ്ണുങ്ങളുള്ള സംഘത്തെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള പല കാര്യത്തിലെല്ലാം വളരെയേറെ വ്യത്യാസം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ മാർഗത്തിൽ രണ്ടും രണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവം രണ്ട് മതം പറയുന്നത് രണ്ടാണ്, ഒന്നല്ല. അതുപോലെ തന്നെ അവർക്ക് ലഭിച്ചതിനെ തിരുവെടുത്ത് രണ്ടാണ്. അല്ലാഹുവിൽ നിന്ന് മോശയ്ക്ക്, അതുപോലെ തന്നെ ദാവൂദിന്, ഈസാക്ക് വചനം ഇറക്കി കൊടുത്തു എന്ന് പറയുമ്പോൾ അല്ലാഹുവിൽ നിന്നല്ല ഇറക്കി കിട്ടിയത്, നേരെ മറിച്ച് യഹോവയായ ദൈവമാണ് അവർക്ക് ദൂത് നൽകിയത്. അല്ലാഹുവല്ല, അല്ലാഹുവിന് അവർക്കൊന്നും കിട്ടിയിട്ടില്ല. അല്ലാഹുവിൽ നിന്ന് മുഹമ്മദ് നബിയാണ് കിട്ടിയത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഖുർആൻ സ്വീകാര്യമല്ല. അപ്പോൾ ഈ എഴുതി വച്ചിരിക്കുന്ന ഖുർആൻ ഞങ്ങളെ വേദക്കാരെ ഞങ്ങൾ വേദം ലഭിച്ചവരായി അംഗീകരിക്കുകയില്ല എന്ന് പറയുമ്പോൾ ഇങ്ങനെ അല്ലാതെ പിന്നെ എന്താ മറുപടി പറയുന്നത്? അതുകൊണ്ട് ഈ സഹോദരന്മാരെ രണ്ടും രണ്ടാണ്. ഇനി ഞാൻ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ യേശുക്രിസ്തുവിന്റെ ക്രൂശിമരണം പറഞ്ഞു വന്നിട്ട് ഞാൻ അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചാണ് നാം അനുഭവിക്കുന്ന രക്ഷമൊരുക്കിയത്. ഇവിടെ മാർഗം, മതം, ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. മാർഗവും മതവും എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിന്റെ മാർഗം, ഇവിടെ ഈ മാർഗം എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കാൻ കാരണം, മതം എന്ന വാക്ക് യേശുക്രിസ്തു യഹൂദന്മാരെ കുറിച്ചൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മതത്തിൽ ചേർക്കുവാൻ കടലിൽ കരയിൽ ചുറ്റി നടക്കുന്നു. ഇത് ഒഴിച്ചാൽ പുതിയ നിയമത്തിലോ പഴയ നിയമത്തിലോ മതം ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ? മതം ഇല്ല, എവിടെ ഉപയോഗിച്ചിട്ടില്ല. പുതിയ ഉപയോഗിക്കുന്നത് മാർഗം, ക്രിസ്തു മാർഗം, ഈ മാർഗക്കാർ എന്നാണ്. ഈ മാർഗം എന്ന വാക്ക് 11 പ്രാവശ്യം അപ്പോസ്തലന്മാർ ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെ ക്രിസ്തു മാർഗം ഒരു മതമല്ല, ക്രിസ്തുവിന്റെ മാർഗമാണ്. എന്താണ് ഇതിന്റെ അടിസ്ഥാനം? യോഹന്നാൻ 14 യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുകയില്ല. കാരണം ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നു. ദൈവത്തോടുകൂടെ ദൈവമായിരുന്നവർ മനുഷ്യരോട് മനുഷ്യനായി മാറ്റേണ്ടതിന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നു. യോഹന്നാൻ 6 അധ്യായത്തിൽ 6 പ്രാവശ്യം വായിക്കുന്നു, ഒരു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നു. 2 യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ഭൂമിയിൽ പാർക്കുകയും ചെയ്തിട്ട് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുകയില്ല. അവിടെ ഏകനായ ദൈവത്തിന്റെ രാമത്വത്തിൽ രണ്ടാമത്തെ വസ്തുതയായ നീ എന്ന് പറയുന്ന മറ്റൊരു പുരുഷൻ പുത്രൻ ഇടം ധരിച്ച് മണിയിലൂടെ വന്നു. അവരിപ്പോൾ ശൈലിയായി വന്നതുകൊണ്ട് മരിക്കുവാൻ ആഗ്രഹം നേടി. യേശുക്രിസ്തു ദൈവമാണോ? ആണോ? ദൈവം മരിക്കുമോ? ഇല്ല. യേശുക്രിസ്തു മരിച്ചുവോ? മരിച്ചു. എങ്ങനെ? അതിനാണ് മനുഷ്യാവതാരം, മരിക്കുവാൻ വേണ്ടിയാണ് മനുഷ്യാവതാരം. അതുകൊണ്ട് യേശുക്രിസ്തു മനുഷ്യാവതാരം ചെയ്തില്ലെങ്കിൽ ഒരിക്കലും മരിക്കയില്ല. ഭൂമിയിൽ മറിയത്തിന്റെ മകനായി വന്നത് മക്കൾ ജഡരക്തങ്ങളോടുകൂടി ആകയാൽ അവരും അവരെപ്പോലെ ജഡരക്തങ്ങളോടാകും. അവർ പാപം നിമിത്തവും പാപജടത്തിന്റെ സാദൃശ്യത്തിലും അവർ ലോകത്തിലേക്ക് വന്നു, മനുഷ്യ സാദൃശ്യത്തിലായി. അങ്ങനെ ഭാവികളായ മനുഷ്യന്റെ ജഡരൂപം ധരിച്ചുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു മാനവലോകത്തിലേക്ക് വന്നു. ഈ ശരീരത്തിലാണ് യഹോവ നമ്മുടെ അകത്ത് ചുമത്തിയത്. ഇപ്പൊ ബൈബിൾ അനുസരിച്ച് പറഞ്ഞാൽ യേശുക്രിസ്തു പാപം ചെയ്തിട്ടുണ്ടോ? പാപത്തിന്റെ ശമ്പളമല്ലേ മരണം. യേശുക്രിസ്തു പാപം ചെയ്തിട്ടുണ്ടോ? യേശുക്രിസ്തു പാപം ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇതാണ് പറഞ്ഞ പ്രമാണം വേണ്ടേ, ആധാരം വേണ്ടേ? വായിക്കും. പത്രോസെന്നാണ് പറയാം, അവൻ പാപം 2 ചെയ്തത്. 1 പത്രോസ് 2:22 അവൻ പാപം ചെയ്തിട്ടില്ല. ഇനി 1 യോഹന്നാൻ 3:7 അവനിൽ പാപമില്ല. 2 കൊരിന്ത്യർ 5:21 അവൻ പാപം അറിഞ്ഞിട്ടില്ല. യേശു ഒരിക്കൽ ചോദിച്ചു, നിങ്ങൾ ആരുടെ പാപത്തെ ബോധം വരുത്തും? പവിത്രൻ, നിർദോഷൻ, നിഷ്കളങ്കൻ, പാപികളോടൊരുപെട്ടവൻ, നിങ്ങൾ ആരുടെ പാപത്തെ ബോധം വരുത്തും? അപ്പോൾ യേശുക്രിസ്തു പാപം ചെയ്തിട്ടില്ല. ബൈബിൾ പറയുന്നു പാപത്തിന്റെ ശമ്പളം മരണം. അപ്പോൾ പാപം ചെയ്യാത്ത ക്രിസ്തു മരിക്കുമോ? മരിക്കുമോ? ഇല്ല. 1 ദൈവം മരിക്കുവാണെങ്കിൽ മറുപടി പറഞ്ഞു. 2 പാപം ചെയ്യാത്ത ക്രിസ്തു മരിക്കുമോ? ഇല്ല. പിന്നെ എങ്ങനെ ക്രിസ്തു മരിച്ചു? ക്രിസ്തു മരിച്ചില്ലേ? മരിച്ചു. എങ്ങനെ മരിച്ചു? പ്രവാചകൻ പറഞ്ഞു, യഹോവ നമ്മുടെ എല്ലാവരുടെ അകൃത്യം അവന് മേൽ ചുമത്തി. യോഹന്നാൻ 4 പറഞ്ഞു, ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. അപ്പോ അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി വീട്ടിൽ പുറത്ത് വെച്ച് നമ്മുടെ കർത്താവായ യേശു ക്രൂശിക്കപ്പെട്ടു. ഗത്സമനയിൽ വെച്ച് പാപം ചുമത്തപ്പെട്ടു. കർത്താവായ യേശുക്രിസ്തു പാപം ചുമത്തപ്പെട്ടപ്പോൾ മരിക്കുവാൻ വാഗ്ദത്ത നേടി. മരിക്കുവാൻ വാഗ്ദത്ത നേടിയത് എങ്ങനെയാണ്? ഇവൻ മരണയോഗ്യൻ, മരിക്കുവാൻ വാഗ്ദത്ത അവൻ നേടിയെടുത്തത് പാപം ചുമത്തപ്പെട്ടത് കൊണ്ടാണ്. കർത്താവായ യേശുക്രിസ്തു പാപം ചുമത്തപ്പെട്ട്
മരിക്കുവാൻ പ്രാർത്ഥന നേടി. അതുകൊണ്ട് ഈ യേശുവിന്റെ മരണം ഇവിടെയല്ലേ യേശു ക്രൂശിൽ മരിക്കുമെന്ന് ചോദിച്ചാൽ ഉത്തരം പറയണമല്ലോ, പറയാൻ പോകുന്നത് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചില്ല എന്നുള്ളത് അന്ന് ഉണ്ടായിരുന്ന ബോധത്തിന്റെ ചിന്താഗതിയിലാണ് മുഹമ്മദിനെ ഖുർആനിൽ വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു ഈസായെ അങ്ങോട്ട് എടുത്തു കളഞ്ഞു എന്ന് പറയുന്നത്. അപ്പോൾ ക്രൂശിക്കാൻ നേരത്ത് യേശു ക്രിസ്തുവിനെ അഥവാ ദൈവത്തിന്റെ മഷിയെ ദൈവം എടുത്തു കളഞ്ഞു എന്ന് പറയുമ്പോൾ ഈ വാക്യം അദ്ദേഹത്തിന് ലഭിച്ചു. വികലമായി ലഭിച്ചതുകൊണ്ട് വികലമായി ലഭിച്ചു. അതേ നിമിഷത്തിൽ കർത്താവായ യേശുവിനെ ക്രൂശിച്ചു എന്ന് 1-ാം നൂറ്റാണ്ടിൽ ക്രൂശിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തത് ഒന്ന് പിടിക്കപ്പെട്ടത് കർത്താവായ യേശു, ഒന്ന് യേശു ക്രിസ്തുവിന്റെ അവകാശ പ്രഖ്യാപനം, ഞാൻ മരിക്കാനാണ് വന്നത്. പ്രവാചകന്മാരുടെ പ്രഖ്യാപനം, മരിക്കാനാണ് യേശു വന്നത്. മൂന്നാമത് യേശുവിനെ ക്രൂശിക്കണമെന്ന് പ്രഖ്യാപിച്ചത് യഹൂദന്മാരാണ്. നാലാമത് യേശു ക്രിസ്തുവിനെ വിസ്തരിച്ചത് റോമൻ നിയമം. ഇന്നത്തെ സകല നിയമങ്ങൾക്കും അടിസ്ഥാന നിയമമായിരിക്കുന്ന റോമൻ നിയമം വെച്ച് യഹൂദി ഭരിക്കുന്ന റോമൻ നിയമം എത്താത്തോ ആ വിസ്താരം വളരെ ഗംഭീരമാണ്. എനിക്ക് വിശദീകരിക്കാൻ സമയമില്ല. കർത്താവായ യേശു ക്രിസ്തുവിനെ വിസ്തരിച്ച റോമൻ പിലാത്തോസ് യേശുവിന് ഒരു കുറ്റവും കണ്ടില്ല. ഒടുവിൽ അദ്ദേഹം തെറ്റുമെന്നെഴുതുന്നത് ഇങ്ങനെയാണ്. മത്തായി 26 പറഞ്ഞത്, ഈ നീതിമാനം ഞാനൊരു കുറ്റവും കാണുന്നില്ല. യോഹന്നാൻ 18 ആവർത്തിച്ചും അദ്ദേഹം പറഞ്ഞു, ഈ നീതിമാനം ഞാനൊരു കുറ്റവും കാണുന്നില്ല. കുറ്റമില്ലാത്തവരെ കുരിശിൽ കളിക്കാൻ പറയും ദൈവമൂടെ ഞാൻ താങ്കളെ എതിർത്തേർവ് നടത്തുകയാണ്. കാരണം ഒരുത്തൻ കുറ്റമില്ലെന്ന് പ്രഖ്യാപിച്ച ശേഷം അവന് കുരിശിൽ കളിക്കണമെന്ന് പറയുവാൻ ഏത് റോമൻ നിയമമാണ് അനുവദിക്കുന്നത്? പിലാത്തോസ് ഒന്നും ചെയ്ത് അനുമതിയില്ല. മനുഷ്യപുത്രൻ എഴുതിയിരിക്കുന്നത് പോലെ പോകുന്നു. അതുകൊണ്ട് അങ്ങനെ വിധിച്ചേ നടക്കുകയുള്ളൂ. ഒന്ന് യോഹന്നാൻ പിലാത്തോസാണ് വിധിച്ചത്. അവ വിധി തെറ്റാൻ അനുമതിയില്ല. വിധി നടപ്പിലാക്കേണ്ടതാരാണ്? ഇത് നടപ്പിലാക്കാനായിട്ട് യഹൂദന്മാർ അവനെ കൈയേറ്റു. പിലാത്തോസ് യേശുവിനെ ക്രൂശിപ്പാൻ ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ യേശുവിനെ വരുന്ന ആൾമാറാട്ടം വന്നിട്ടില്ല. കർത്താവായ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് ആൾമാറാട്ടം വന്നിട്ടില്ല. യേശുവിനെ ക്രൂശിക്കുവാനായി ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ മാറിയിട്ടില്ല. അപ്പോൾ പിടിച്ചപ്പോൾ മാറിയില്ല. ഒടുവിൽ വിസ്തരിക്കുമ്പോൾ മാറിയില്ല. ഈ വന്ധ്യനായവരുടെ പുത്രനായ ക്രിസ്തു തന്നെയോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആകുന്നു എന്ന് പറഞ്ഞതല്ലാതെ യേശു മറച്ചു പറഞ്ഞില്ല. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ആൾ മാറിയില്ല. പിന്നെ ക്രൂശിപ്പാനായി കൊണ്ടുപോകുമ്പോൾ ഏകദേശം 4 പ്രധാനപ്പെട്ട റോമൻ ശതാധിപന്മാരുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു കുറ്റവാളി മരിച്ചാൽ മരിച്ചു എന്ന് സാക്ഷ്യപ്പെടുത്താനാണ് ശതാധിപൻ പോകുന്നത്. അങ്ങനെ ഇവിടെ 2 കുറ്റവാളികൾ വേറെ, യേശു 3. ഇവർക്ക് വേണ്ടി 4 ശതാധിപന്മാർ കൂടെ പോകുന്നുണ്ട്. ഇതിന് പുറമെ 600ഓളം വരുന്ന റോമൻ പട്ടാളക്കാരുടെ ഒരു കൊഹനുണ്ട്. അതിന് പുറമെ ദൈവാലയത്തിന്റെ സേവകന്മാർ, പടയാളികളുടെയുണ്ട്. അതിന് പുറമെ ശാസ്ത്രിമാർ, പരീക്ഷന്മാർ, പുരോഹിതന്മാർ, യഹൂദ കൂട്ടം ഒന്നടങ്കമുണ്ട്. ഇതിനു പുറമെ 2 വശത്തുമായിട്ട് യെരൂശലേം പുത്രിമാരെന്ന് പറയുന്ന യഹൂദ മഹാസമാജം ചുറ്റും നിന്ന് കഴിയുമാണ്. ഇങ്ങനെ ഒരു അവസരത്തിൽ യേശുവിനെ ക്രൂശിപ്പാനായി കൊണ്ടുപോകുമ്പോൾ അല്ലാഹു അദ്ദേഹത്തെ മുകളിലേക്ക് എടുത്തു എന്നാണ് പറയുന്നത്. ഏതായാലും യഹോവയായ ദൈവം യേശു ക്രിസ്തുവിനെ അയക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞനുസരിച്ച് യേശു ക്രിസ്തു വന്നു. യഹോവയായ ദൈവമാണ് അദ്ദേഹത്തെ മരിക്കാൻ അനുവദിച്ചത്. ആ യേശുവിനെ എടുക്കാൻ അല്ലാഹുവിന് അധികാരമില്ല. ആ യേശുവിനെ മരിക്കാൻ അനുവദിച്ചത് യഹോവയാണ്. അത് ദൈവത്തിന് പ്രസാദമായി അവിടെ കർത്താവിനെ യേശു ക്രിസ്തു പ്രാർത്ഥിച്ചു, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നെ വിട്ടു നീക്കണമേ. എങ്കിൽ എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം. ആ ഇഷ്ടം നിവർത്തിച്ചിരിക്കുകയാണ് കർത്താവ്. അതുകൊണ്ട് യഹോവയുടെ ഇഷ്ടം അവന്റെ കൈയാണ് സാധിക്കുന്ന വാക്യം പ്രവൃത്തിയാൽ ഇങ്ങനെ കർത്താവിനെ പൂജിക്കാനായി കൊണ്ടുപോയി. ഇപ്പൊ മുസ്ലിമിന്റെ ഇടയിൽ 3 സിദ്ധാന്തമുണ്ട്, അഭിപ്രായം. സി.എൻ. അഴകുമാർ ഇതിനെ കുറിച്ച് എഴുതുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹം പറഞ്ഞു, യേശുവിനെ പോലെ തോന്നിക്കുന്ന ഒരാളെ ക്രൂശിച്ചു എന്നോ യൂദാസിനെ ക്രൂശിച്ചു എന്നോ ക്രൂശിന് വെക്കാൻ പോയ കുലവക്കാരനെ ക്രൂശിച്ചു എന്നുമാണ് അഭിപ്രായം. ഈസായെ ക്രൂശിച്ചിട്ടില്ല. ഇത് ഒരു പഴയ ആശയമാണ്. യേശുവിനെ ക്രൂശിച്ചില്ല എന്നുള്ളത് അത് മുഹമ്മദിൽ ഖുർആനിൽ വെച്ചതാണ്. ഇത് ഞങ്ങൾ അംഗീകരിക്കണമെന്ന് ഇസ്ലാം സഹോദരന്മാരും സഹോദര അക്ബറും കൂടെ നിർബന്ധിക്കുന്നത് ഒരു തെറ്റാണ്. ഞങ്ങൾ പറഞ്ഞ് എത്രയോ കാലങ്ങളിൽ ലഭിച്ചതല്ലേ നിങ്ങൾ. അതുകൊണ്ട് 1-ാം നൂറ്റാണ്ടിൽ പിലാത്തോസ് യഹൂദ പുരോഹിതന്മാർ സമ്മതിക്കുന്നു യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചു എന്ന്. അത് യഹൂദന്മാർ കള്ളം പറയുന്നു എന്നാണ് ഖുർആൻ പറയുന്നത്. നേരെ മറിച്ച് കർത്താവായ യേശുവിനെ ക്രൂശിച്ചു എന്ന് അവർ ഉറപ്പ് വരുത്തിയിരിക്കുക. യേശു ഉയർക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ യേശുവിന്റെ പുനരുത്ഥാനത്തെ കുറിച്ച് പറയുന്ന ചില സുവിശേഷങ്ങളിൽ മർക്കോസിന്റെ മറ്റു സുവിശേഷത്തിൽ ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ബ്രാക്കറ്റ് കൊടുത്തതാണ് ഞങ്ങൾ യേശുവിന്റെ പുനരുത്ഥാനത്തെ കൂട്ടിച്ചേർത്തു എന്ന് പറയുന്നത്. ഈ ഖുർആനിലെ എത്ര വാക്യം കൊടുക്കണം? ഞാൻ ബ്രാക്കറ്റ് തുടങ്ങുന്നത് തന്നെ ബ്രാക്കറ്റ് ഇട്ടല്ലേ? ഒരു വാക്യം ചൂണ്ടി കാണിക്കാൻ നോക്കിയില്ല ഈ ബ്രാക്കറ്റ്. അപ്പോൾ ഞങ്ങൾ ബ്രാക്കറ്റ് ഇട്ടപ്പോൾ അത് പക്ഷേ ഭാഷാപരമായി. ഈ രണ്ടാമത് യേശുവിന്റെ പുനരുത്ഥാനം ചില കാരണവശാൽ ചിലര് അന്നും തന്നെ യഹൂദന്മാർ വളരെയേറെ സമ്മതം ചെലുത്തിക്കൊണ്ടിരുന്നു. അന്നാണ്
ചേർന്ന് ക്രിസ്തു ശിഷ്യന്മാർ പ്രസംഗിച്ചത് നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ ദൈവം നിന്ന് വലം കൈയാൽ ഉയർപ്പിച്ചിരിക്കുന്നു എന്ന്. അന്ന് ഈ ശിഷ്യന്മാരുടെ നേരെ അവർ ഈ ആരോപണം ഉന്നയിച്ചിട്ടില്ല. നിങ്ങൾ ഉയർക്കാത്ത യേശുവിനെ ഉയർത്തൂ എന്നുള്ള ആരോപണം ഉന്നയിച്ചത് നിങ്ങൾ പ്രസംഗിക്കരുത് എന്നാണ് പറഞ്ഞത്. അവരൊക്കെ ഞങ്ങളെ വരുത്തതെന്നാണ് പറഞ്ഞത്. നിങ്ങൾ കള്ളം പറയുന്നു എന്ന് പറഞ്ഞിട്ടില്ല. അന്ന് അവർ പ്രസംഗം തുടങ്ങിയതാണ്. അതിവിടെ രേഖയാക്കി വെച്ചിരിക്കുന്നതാണ്. അത് ചില ഭാഗങ്ങൾ ചില രേഖ വെച്ചിരിക്കും. ഇനിയും യോഹന്നാൻ 8-ാം അധ്യായത്തിലെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾക്ക് ബ്രാക്കറ്റ് ഉണ്ട്. ആ ബ്രാക്കറ്റിനെ കുറിച്ച് കല്യാണം കൊണ്ടുപോയ ഒരു സ്ത്രീയുടെ കാര്യമാണ്. ഈ ബ്രാക്കറ്റ് ഒരു കാര്യം മനസ്സിലാക്കണം. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നതും മറ്റു സുവിശേഷം പറയുന്നതും അത് 3 സുവിശേഷങ്ങളിൽ സമവീക്ഷണം എന്നാണ് വിളിക്കുന്നത്. എന്നാൽ 4-ാമത്തെ സുവിശേഷം ഒറ്റപ്പെട്ടു നിൽക്കുന്നതാണ്. ഇതിനെ ചുരുക്കത്തിൽ ഇങ്ങനെ പറയാം. 3 സുവിശേഷകന്മാർ വിട്ടുകളഞ്ഞ കാര്യങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് സുവിശേഷത്തെ പൂർത്തീകരിക്കുന്നതാണ് യോഹന്നാൻ. 4 സുവിശേഷം ഞങ്ങൾക്കില്ല. 4 പേർ എഴുതിയ ഒരേ ഒരു സുവിശേഷമേ ഞങ്ങൾക്കുള്ളൂ. ആ സുവിശേഷത്തിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ ചില കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ബ്രാക്കറ്റ് ഇട്ടതുകൊണ്ട് ഞങ്ങൾ തിരുത്തി എന്ന് പറയുന്നത്. യേശുവിനെ പുനരുത്ഥാനം പറയുന്നത് തിരുത്തി എന്ന് പറഞ്ഞാൽ അതിൽ ഞങ്ങൾ സമ്മതിച്ചു കൊടുക്കണം. ഈസായെ ക്രൂശിച്ചിട്ടില്ല, അദ്ദേഹം മനുഷ്യനാണ്, മനുഷ്യപുത്രനാണ് എന്നൊക്കെ ഞങ്ങൾ സമ്മതിച്ചു കൊടുക്കണമെന്നാണ് നിങ്ങൾ വാദിക്കുന്നെങ്കിൽ ഒന്ന് നടപ്പില്ല. അങ്ങനെയാണെങ്കിൽ അത് സമ്മതിച്ചാൽ പിന്നെ നിങ്ങൾ ഒന്നല്ലേ? ഞങ്ങളെല്ലാം കൂടെ മുസ്ലിമാകളെന്നല്ലേ നിങ്ങൾ നമ്മൾ പറയുന്നത്. സഹോദരന്മാരെ, ഞങ്ങൾ ഇങ്ങനെ മുസ്ലിമാകാൻ നിങ്ങൾ നിർബന്ധിക്കരുത്. നിർബന്ധിച്ച് മതം മാറ്റുന്നത് തെറ്റാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അതുകൊണ്ട് ആശയം പ്രചരിക്കൂ, അത് വരട്ടെ. അതുകൊണ്ട് ഞാൻ ഇനി അതിനെക്കുറിച്ച് അധികം പറയുന്നില്ല. നമുക്ക് ഒടുവിലായിട്ട് തീർക്കുന്നതിന് മുമ്പ് ഇസ്ലാം അവതരിപ്പിക്കുന്ന സ്വർഗത്തിലേക്ക് പോകണം. അതും കൂടെ പോയിട്ട് ഞാൻ അവസാനിപ്പിക്കും. ഇസ്ലാം അവതരിപ്പിക്കുന്ന സ്വർഗം, ആ സ്വർഗത്തിലൂടെ അവർ പോയിട്ട് നമുക്ക് ഇവിടെ സ്ഥലമിടാം. അതുകൊണ്ട് ഒരു കാര്യം, എന്താണ് സ്വർഗത്തിന്റെ വ്യവസ്ഥ ഇങ്ങോട്ട് വന്നാൽ ഇസ്ലാം അവതരിപ്പിക്കുന്ന സ്വർഗം, ഇനി ക്രിസ്തു അവതരിപ്പിക്കുന്ന സ്വർഗം. ആ സ്വർഗത്തെ കുറിച്ച് ബൈബിൾ യേശു ക്രിസ്തുവാണ് പഠിപ്പിച്ചത്. പുനരുത്ഥാനത്തിൽ ആരും വിവാഹം കഴിക്കുന്നില്ല, വിവാഹത്തിന് കൊടുക്കുന്നില്ല. എല്ലാവരും ദൈവദൂത തുല്യരായിരിക്കും. എല്ലാവരും ദൂതന്മാരെ പോലെ ആയിരിക്കും. മത്തായി 20:30-31 ഒരു പുനരുദ്ധാനം ചെയ്ത ആളുകൾ, വിശ്വാസികൾ എല്ലാ ക്രിസ്തുവിനുള്ള സദസ്യന്മാരാകും. 1 യോഹന്നാൻ 3:2 സ്വർഗീയന്റെ പ്രതിമ നമ്മൾ ധരിക്കും എന്നും അതുപോലെ തന്നെ താഴ്ചയുള്ള ശരീരം മഹത്വമുള്ള ശരീരത്തിൽ രൂപാന്തരപ്പെടും എന്നും കൊരിന്ത്യർ ലേഖനം 1-15 അധ്യായത്തിൽ അതിന്റെ 48-49 വാക്യങ്ങളിലും ഫിലിപ്പിയ ലേഖനം 3-20 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ലഭിക്കാൻ പോകുന്ന ശരീരങ്ങൾ പുനരുത്ഥാനം, രൂപാന്തരം. ഈ ശരീരത്തിൽ സ്ത്രീ പുരുഷ വ്യത്യാസമില്ല. എല്ലാവരും ദൈവദൂതന്മാരെ പോലെ. അവിടെ ലൈംഗിക ആവശ്യമില്ല. അവരുടെ ഭാര്യയെ വേണ്ട, ഭർത്താവിനെ വേണ്ട. എല്ലാവരും ദൈവദൂതന്മാരാണ്. ലൈംഗിക സ്വർഗത്തിലില്ല. ജഡരക്തങ്ങൾ സ്വർഗരാജ്യം അവകാശം. അവിടെ ജഡരക്തമോ പ്രവേശിക്കുകയില്ല. അതുകൊണ്ട് അവിടെ കല്യാണം കഴിക്കുന്നുമില്ല, കല്യാണത്തിന് കൊടുക്കുന്നുമില്ല. എന്നാൽ ഇസ്ലാം സ്വർഗത്തിൽ വാസ്തവത്തിൽ ഇസ്ലാം സ്വർഗത്തിൽ പോകുന്നതിനേക്കാൾ ഏറ്റവും എളുപ്പം. സഹോദരൻ അക്ബർ പറയുന്നത് ഈ സ്വർഗത്തിൽ പോകാനുള്ള തിരക്കായിരിക്കും. എന്നാൽ വലിയ അതിനേക്കാൾ ഏറ്റവും നല്ലത് പാശ്ചാത്യ രാജ്യങ്ങളെ നൈറ്റ് ക്ലബിൽ പോകുന്നതല്ലേ? അവിടെ നോക്കൂ, അത് വായിക്കും. അണിയായി നിർത്തി വെച്ചിരിക്കുന്ന ഖുർആനിലെ 52-ാം അധ്യായത്തിന്റെ ചില സൂക്തങ്ങളാണ് വായിക്കാൻ പോകുന്നത്. നിരത്തിയിട്ട് ചാരുകട്ടിലുകളിൽ അവർ ഉല്ലാസത്തോടെ ഇരിക്കും. സുന്ദരികളായ സ്വർഗ സ്ത്രീകളെ നാം അവരുടെ സഖികളാക്കും. സത്യത്തിൽ വിശ്വസിച്ചവരെയും അവരെ പിന്തുടർന്ന സന്താനങ്ങളെയും അവിടെ നാം ഒരുമിച്ച് ചേർക്കും. അവരുടെ കർമ്മങ്ങൾ യാതൊന്നും നാം അവഗണിക്കുകയില്ല. ഓരോ വ്യക്തിയും അയാൾ സമ്പാദിച്ചതിനുള്ള പണയമാണല്ലോ. പഴവർഗ്ഗങ്ങളോ മാംസവിഭവങ്ങളോ എന്തു തന്നെയാകട്ടെ അവർ ആശിക്കുന്നതെല്ലാം നാം അവർക്ക് കൊടുക്കും. നാം നൽകിയ പാനപാത്രങ്ങൾ അവർ മത്സരിച്ച് കൈമാറും. തെറ്റായ വാക്കുകളും പ്രവൃത്തികളും അവിടെ ഉണ്ടാകില്ല. ചിപ്പിക്കുള്ളിലെ മുത്തുകൾ പോലെയുള്ള ബാലന്മാർ അവർക്ക് ചുറ്റും ഓടി നടക്കും. മുഖാമുഖം ഇരുന്ന് അവർ കുശലങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. ഇവിടെ വായിക്കാൻ പോകുന്നത് അവിടെ എഴുതിയിരിക്കുന്നത് മദ്യക്കോപ്പകൾ കൈമാറുമെന്നാണ് ചില പരിഭാഷകൾ. മദ്യക്കോപ്പകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറും. ഓരോ വർഷത്തെ കീഴ്ചകളും ഈ സാംസ്കാരിക വിദ്യാഭ്യാസ രംഗങ്ങൾ വളർന്നു വന്നതോടുകൂടി അവർക്ക് പരിഷ്കാരങ്ങളിൽ വ്യത്യാസങ്ങളൊന്നും പറ്റിയിട്ടുണ്ട്. അങ്ങനെ വരുന്നതാണ്. അത് പഴയ തീയന്റെമാരൊരു ഇപ്പം മദ്യം തന്നെ ഇതിനെ തന്നെ മുഹമ്മദ് എന്നുള്ള ദൂരത്തിനകത്ത് സ്വർഗത്തിൽ മദ്യമുള്ളത് വ്യക്തമായ രീതിയിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. 52-ാം അധ്യായത്തിന്റെ 13 അവിടെ മദ്യക്കോപ്പകൾ കൈമാറുമെന്നാണ് ചില പരിഭാഷകൾ. അത് മാത്രമല്ല 52-24 വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത് അവിടെ ബാലന്മാരുണ്ടായിരിക്കും. മുത്തിച്ചിപ്പികൾക്ക് ഈ പെണ്ണുങ്ങളെല്ലാം പോരെങ്കില് പിന്നെ അവിടെ മുത്തിച്ചിപ്പികൾക്കകത്ത് മുത്തുകൾ പോലെ ശോഭിക്കുന്ന ബാലന്മാരും അവിടെ ഇടയിലൂടെ നടക്കുന്നതാണ്. അതുകൂടെ ഉണ്ടാകും. പിന്നെ നമുക്ക് ബുഖാരിയിൽ നിന്നുകൂടെ വായിക്കണം. അവിടെ
പ്രധാനമായും ഖുർആൻ തന്നെ ഉപയോഗിച്ചാണ്. ഖുർആൻ 47-ാം അധ്യായത്തിലെ 15 വായിച്ചേ. ഖുർആൻ 47-ന്റെ 15. ഖുർആൻ 47-ന്റെ 15. തെളിഞ്ഞ ശുദ്ധജലം കൊടുക്കുന്ന അരിപ്പിക്കൽ, രുചി മാറാത്ത പാലരിക്കൽ, ആസ്വാദ്യകരമായ മദ്യമുണ്ട്. ഖുർആനോട് ഞാൻ ചിലപ്പോൾ വായിക്കാം. ജീവിതത്തിൽ സൂക്ഷ്മത കൈക്കൊണ്ടവർക്ക് നൽകാമെന്ന് നാം വാഗ്ദാനം ചെയ്തിരിക്കുന്ന സ്വർഗത്തിന്റെ സ്ഥിതി എങ്ങനെയെന്നാൽ അതിൽ വെള്ളം ഒഴുകുന്ന ചില അരുവികളുണ്ട്, ആ വെള്ളം ഉച്ചിച്ചു പോയിട്ടില്ല. പാൽ ഒഴുകുന്ന ചില അരുവികളുണ്ട്, അതിന് രുചിക്ക് മാറ്റം വന്നിട്ടില്ല. കുടിക്കുന്നവർക്ക് രുചികരമായ മദ്യം ഒഴുകുന്ന ചില അരുവികളുണ്ട്. ശുചീകരിച്ചെടുത്ത തേൻ ഒഴുകുന്ന ചില അരുവികളും അവിടെയുണ്ട്. അപ്പോൾ നോക്കുക, അവിടെ മദ്യം ഒഴുകുന്ന അരുവികളും അതിലെയുണ്ട്. അപ്പോൾ ഇവിടെ മദ്യം ഒഴുകുന്ന അരുവികൾ തന്നെ ഇവിടെയുണ്ട്. ഇവിടെ കുറച്ചു കാലം കുടിക്കാതിരുന്നാൽ അവിടെ ചെന്നാൽ കുടിച്ച് മദ്യക്കൊപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിത്തെറിപ്പിച്ചാണ് കൈമാറുന്നത് എന്നാണ് ചില പരിഭാഷ. അവിടെ ചുരുക്കി പറഞ്ഞാൽ മദ്യം വിളമ്പുന്ന ക്രിസ്തു എന്ന് ആക്ഷേപിക്കുന്ന അക്ബർ ഇത് മാത്രം കൂടെ വായിക്കുന്നുണ്ട്. ചെങ്ങോട് 78-ന്റെ 32-34, 72-ന്റെ ഖുർആൻ 78-ന്റെ 32-34. അത് CN അഹമ്മദ് മൗലവിയെയും കൂടെ വായിക്കും. വരും 78-ാം അധ്യായത്തിന്റെ 32-34. ചില തോട്ടങ്ങളും മുന്തിരിപ്പഴങ്ങളും, പിന്നെ എഴുതിയിരിക്കുന്ന കുറെ കൂടെ കാണാം. ചില തോട്ടങ്ങളും മുന്തിരിപ്പഴങ്ങളും മുലകൾ രണ്ടും പൊങ്ങി നിൽക്കുന്നവരും മധ്യവയസ്കരുമായ യുവതികളും പാനീയം നിറച്ചു വെച്ചിരിക്കുന്ന ചില കോപ്പകളും ആണ് അവർക്ക് അവിടെ ലഭിക്കുക. ഖുർആൻ 78-ന്റെ 32 മുതൽ 34 വരെ. ഇനി നമുക്ക് ഹദീസിൽ എന്താണ് മറ്റ് ജനങ്ങൾക്ക് ഒരു വിജയസ്ഥാനമുണ്ട്. ഇത് മറ്റൊരു പരിഭാഷ ആരുടെ ഉപരിയാണ്. ഖുർആൻ ഭാഷ TK ഉബൈദ് വിവർത്തനം ചെയ്തത് ഇസ്ലാമിക് പബ്ലിക്കേഷൻ. ഉദ്യാനങ്ങളും ദ്രാക്ഷാലതികകളും വയസ്സൊത്ത മാതക കിടമ്പുകളും പതഞ്ഞ ചട്ടകങ്ങളും അവരവിടെ കെട്ട വർത്തമാനങ്ങളോ വ്യാജങ്ങളോ കേൾക്കുകയില്ല. നിന്റെ റബ്ബിൽ നിന്നുള്ള പ്രതിഫലവും മതിയായ ഔദാര്യം കൊണ്ട് ആകാശഭൂമികൾക്കും അവയ്ക്കിടയിലുള്ള സകല വസ്തുക്കൾക്കും ഉടയവനാരോ ആരുടെ മുമ്പിൽ യാതൊരുത്തർക്കും സംസാരിക്കാൻ കഴിയുകയോ ആ ദയാവനായ നാഥനിൽ നിന്ന് ഈ ദൈവത്തിൽ നിന്ന് കിട്ടുന്നത് ഇതെല്ലാമാണ്. ആ സ്വർഗത്തിൽ ചെന്നാൽ കുടിക്കാൻ പറ്റും. അതുകൊണ്ട് ഇവിടെ കുറച്ചു കാലം മുസ്ലിം കുടിക്കുന്നില്ലെങ്കിലും അവിടെ ചെന്നാൽ നിത്യതീർത്ഥം കുടിച്ചിടക്കുകയില്ല. അരിവിയല്ലേ ഒഴുകി വരുന്ന മദ്യമാണ്, അതുകൊണ്ട് ഒഴിയാം. ഇനിയും ഇതിനോട് ചേർന്ന് പാനീയം നിറച്ചു വെച്ചിരിക്കുന്നത് മധ്യവയസ്കരായ യുവതികൾ. മുഹമ്മദ് നബിക്ക് 25-ഉം ഖദീജയ്ക്ക് 40 വയസ്സപ്പോഴാണ് ആദ്യത്തെ കല്യാണം. അപ്പൊ അദ്ദേഹത്തിന് അതിലൊരു പൊരുത്തക്കേട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഇവിടെ പറയുന്നത് മധ്യവയസ്കരെ വേണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് പ്രായപൂർത്ത പെണ്ണുങ്ങളെ വേണം എന്നാണ് അവിടെയും പറഞ്ഞിരിക്കുന്നത്. ഇനി ബുഖാരി വായിക്കില്ലേ. ബുഖാരിയിൽ നിന്ന് 1337 സഹീഹുൽ ബുഖാരി ഇതിനെ കുറിച്ചെന്ന് പറയുന്നു. 1337, 1335, 1339, 1345 സഹീഹ് പറയുന്നു, തിരുമേനിയരുളി എന്റെ സമുദായത്തിൽ നിന്നും പറയുന്നു, തിരുമേനിയരുളി എന്റെ സമുദായത്തിൽ നിന്നും. അത് പിന്നെ വായിക്കാം. മറ്റേത് 1335 എടുത്ത് അബൂ ഹുറൈറ പറയുന്നു, തിരുമേനിയരുളി 14-ാം രാവിലെ പൂർവ്വചന്ദ്രന്റേതായിരിക്കും ഒന്നാമതായി സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരുടെ രൂപം. അവരവിടെ തുപ്പുകയോ മൂക്ക് ചുറ്റുകയോ വിസർജനം നടത്തുകയോ ചെയ്യുകയില്ല. അവരുടെ പാത്രങ്ങൾ സ്വർണത്തിൻ്റെതായിരിക്കും. ചീർപ്പുകൾ സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും ഉള്ളവയും അവർ സുഗന്ധദ്രവ്യങ്ങൾ പുകയ്ക്കുന്ന കുറ്റികളിൽ ഊത് ആണ് പുകയ്ക്കുക. കസ്തൂരിയുടേതായിരിക്കും അവരുടെ വിയർപ്പിന്റെ മണം. അവരിൽ ഓരോരുത്തർക്കും 2 ഭാര്യമാർ വീതമുണ്ടായിരിക്കും. പിന്നെ അവിടെ ഭൂമികൾ വേറെ കിടക്കുന്നത്. സൗന്ദര്യാധിക്യത്താൽ അവരുടെ കണങ്കാലുകളിലെ മറ്റ പോലും പുറത്തു കാണും. അവർക്കിടയിൽ യാതൊരുവിധ ഭിന്നിപ്പോ വിദ്വേഷമോ ഉണ്ടായിരിക്കുകയില്ല. അവരുടെ എല്ലാം മനസ്സ് ഒരൊറ്റ മനുഷ്യന്റെ മനസ്സോടെ ആയിരിക്കും.